രാജ്യവ്യാപക വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നവംബർ ആദ്യവാരം ആരംഭിച്ചേക്കുമെന്നാണ് സൂചന. 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യം നടപ്പാക്കാനാണ് നീക്കം. SIR നീട്ടിവെക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല എന്നും സൂചനയുണ്ട്. അന്തിമ തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായേക്കും. S. നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. നന്ദൻ, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും കൂടി. ദേവിക, അടുത്ത വർഷം 5 സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കേരളം, അതേപോലെ തന്നെ പുതുച്ചേരി, തമിഴ്നാട്, ഒപ്പം തന്നെ പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ്, ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യം ഈ SIR വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നടപ്പാക്കണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം കഴിഞ്ഞ 2 ദിവസമായി ചേരുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ ഈ യോഗത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ യോഗത്തിൽ ഇന്നിപ്പോൾ പ്രധാനമായും തീരുമാനിക്കുക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ ചേർന്ന യോഗത്തിൽ ഏതാണ്ട് നവംബർ ആദ്യ വാരത്തോടുകൂടി ഈ 5 സംസ്ഥാനങ്ങളിലും 2026 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ ഈ നവംബർ ആദ്യ വാരത്തോടുകൂടി ഇതിന്റെ നടപടികൾ ആരംഭിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ കാലയെകൂട്ടി തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന കമ്മീഷനുകളോട് കൃത്യമായ നിർദ്ദേശം ഒക്ടോബറിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികൾ നടത്തുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്ത് പ്രത്യേക യോഗം ചേർന്ന ഈ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട SIR നടപ്പാക്കുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നവംബറിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാരംഭ പ്രവർത്തികൾ ആരംഭിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബീഹാറിൽ SIR നടപ്പാക്കിയപ്പോൾ ഏതാണ്ട് 65 ലക്ഷം വോട്ടുകളാണ് ഇതിൽ നിന്നും പുറത്തേക്ക് പോയത്. ഏതാണ്ട് 23 ലക്ഷത്തോളം മരണപ്പെട്ടവർ ആ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. ഒപ്പം തന്നെ ഏതാണ്ട് 33 ലക്ഷം പേർ ഈ അനധികൃതമായി വിവിധ രാജ്യങ്ങളിൽ നിന്നും അടക്കമുള്ളവർ ഉൾപ്പെടെ ഏതാണ്ട് 33 ലക്ഷം പേർ അനധികൃതമായ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. അങ്ങനെ ബീഹാറിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നടപ്പാക്കിയതിലൂടെ ഏതാണ്ട് 65 ലക്ഷം അനധികൃത വോട്ടുകൾ നീക്കം ചെയ്യുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടുണ്ട്. ഇത്തരമൊരു അനുഭവം അല്ലെങ്കിൽ ഇത്തരമൊരു സുതാര്യമായ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങൾ കൂടി ഉടൻ തന്നെ ഈ SIR-മായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. വ്യക്തമാണ്.